ഒരു സവാളവട, ഒരു സുഖിയൻ. ഈ സോഫ ശരിയാക്കണ്ട, ഇങ്ങനെ തന്നെ പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിതാ ഇന്നോടൊരു സൺഡേ ആണ് കേട്ടോ. അപ്പം നമ്മളൊരു വീക്കിലുള്ള പർച്ചേസിങ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒക്കെ ആയിട്ടാണ് ചെയ്യാറ്. ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോകേണ്ടത് നടന്നില്ല, അപ്പം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പോവാണ്. ഞങ്ങൾ സാധാരണ ഷാർജയിലുള്ള ഗ്രാൻഡ് മാളിലാണ് വീക്കിലുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പം പിന്നെന്താ, അപ്പം ഇന്നിപ്പോൾ ഒരു സൺഡേൻ്റെ ലേസി സൺഡേ ആണ്. നമ്മൾ നീക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് ഇന്നലെ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് നീക്കുമ്പോൾ ഒരു 11 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാകുന്ന സൺഡേയിൽ ഒരു ഡേ കാണിക്കാം എന്നുള്ളത്. ഒരു എണീച്ചപ്പോൾ ഒരു 11 മണിയായി. ഇപ്പോൾ സമയം ഒരു 2 മണിയാവാറായിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റ് അടിച്ച് പോയതാണ്. ഇനി ചെന്നിട്ട് ലഞ്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നല്ല വെഴുകും. പിന്നെ വിശക്കണില്ല, ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഞ്ഞി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഒരു സൺഡേ ലേസി ഡേ കാണിക്കാം. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഓണച്ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല, എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നോക്കിയപ്പം ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് തന്നെ അറിയണം. എനിക്കെപ്പോഴുള്ളൊരു പ്രശ്നം കേട്ടോ, സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം എടുക്കുന്ന കവർ എടുക്കുന്ന സമയത്ത് നമ്മളതിങ്ങനെ കീറുക ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്പണിങ് സ്പേസ് എനിക്ക് തീരെ വലിച്ചാൽ കിട്ടില്ല. ദീപക്കിനാണെങ്കിൽ പെട്ടെന്നത് അങ്ങനെ കവറാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തോ ഓസ്ട്രേലിയൻ ഓറഞ്ച് എന്തോ ടൈപ്പാണ്. പിന്നെ ഇവിടെ തേങ്ങ നമ്മുടെ നാട്ടിലെ പോലെ കറി വയ്ക്കാൻ നേരത്തെ എടുത്ത് പൊട്ടിക്കുക ചിരകല്ല. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കണം. അപ്പോൾ ഇവിടെ ചിരകിയത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞങ്ങളില്ലേ ചന്ദനത്തിരി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ മണത്ത് നോക്കിയിട്ട് വേണമല്ലോ വാങ്ങാനായിട്ട്. ഒന്നും നല്ല മണം കിട്ടണില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ വല്ല മായ സുപ്രീം അതൊന്നും ഇവിടെ ഇല്ല. ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചോക്ലേറ്റ്സ് എടുക്കുന്നു. 2 എണ്ണമൊക്കെ എടുക്കുള്ളൂ കേട്ടോ. ഒന്ന് ഗാലക്സിയാണ് ഞാൻ എടുക്കാറ്. പിന്നെ അതൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റം ഉണ്ട് നമുക്കിപ്പം എടുക്കണം. പിന്നെ വൈറ്റ് കിറ്റ്കാറ്റ് ഉണ്ട്, പക്ഷെ ഞാനിത് ഇവിടെ കാണാമായിരിക്കും. വൈറ്റ് പക്ഷേ വൈറ്റും ഉണ്ട്. അങ്ങനെ ഒരുവിധം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടോ. ഞാൻ വരുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ കിച്ചണിൽ പോയിട്ട് എന്തൊക്കെ കഴിഞ്ഞു നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ഇടാറുണ്ട്. അല്ലെങ്കിൽ കഴിയുമ്പോൾ ഞാനത് നമ്മളെ ഫോണിലെ നോട്ട്സിൽ എഴുതിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി മേടിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മറക്കില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ അതാ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോരാണ്. നമ്മൾ സ്നോന വാങ്ങിയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഈ വീക്കിലെ പർച്ചേസിങ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോയി കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. അത് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഷാർജ മുനിസിപ്പാലിറ്റി കേട്ടോ. മുനിസിപ്പാലിറ്റി എന്ന് കണ്ടാൽ പറയും, എന്തായാലും ഇതൊരു അടിപൊളി കൊട്ടാരം പോലെയല്ലേ. നമ്മളൊരുവിധം വീഡിയോയിലെല്ലാം അത് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ കാറൊന്നെടുത്ത് പുറത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റൂം പക്ക ബോറായിട്ടുണ്ട്. നമുക്ക് ഒക്കെ ക്ലീൻ ആക്കാണ്ട് പരിപാടിയൊക്കെ തുടങ്ങാം. ആൾക്കാർ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വീടിൻ്റെ പോലെ കണ്ടല്ലോ, അവിടെ ഡ്രയർ അതൊക്കെ നമുക്ക് ഒന്ന് മടക്കി ഒതുക്കി വെക്കണം. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ദീപക്കും കൂടി ഹെൽപ്പ് ചെയ്യും അല്ലേ? യെസ്, സ്പെഷ്യലല്ല, ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പെട്ടെന്ന് ക്ലീനിങ് ചെയ്യണം. അപ്പോൾ അതാ ആദ്യം നമുക്ക് വെജിറ്റബിൾസും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ആദ്യം അതൊന്ന് എടുത്ത് ക്ലീൻ ആക്കിയിട്ട് എനിക്കതിന് ആദ്യമുള്ളത് മേലേക്ക് എടുത്ത് വയ്ക്കണം. അങ്ങനെ അത് മേലേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാതും ഇപ്പോൾ മേടിച്ചാലും താഴെ എടുത്ത് വയ്ക്കണം. അപ്പോൾ അതാണ് ഈ പരിപാടി കേട്ടോ. അതിനുശേഷം അതുപോലെ മിൽക്ക്, അങ്ങനെ കേട് കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കണം. അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ കൊടുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതെല്ലാം വെച്ചിട്ടുണ്ട്, അല്ലാത്തതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തെങ്കിൽ കഴിഞ്ഞു. പിന്നെ ഇനി നമുക്കുള്ളത് ഇതാ റൂം ആകെ അലങ്കോലായിട്ട് എടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് നല്ല മടിയുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കണം. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ലാഗാണ്, മടിയാണ്. ഇപ്പോൾ സൺഡേ പ്രത്യേകിച്ച് ഇന്നലെ നല്ല ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ ലാഗാണ്. ദീപക്കുള്ള ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ വളരെ മടിയാണ്. അപ്പം
പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ച കാരണം രാവിലെ അല്ല ഞാൻ കഴിച്ചു, ഉച്ചയ്ക്കല്ല കഴിച്ചു. അപ്പം വിശക്കുന്നില്ല, കഞ്ഞി എന്തെങ്കിലും വെക്കാം. അപ്പോൾ കഞ്ഞി നമുക്ക് വെച്ചതിന് ശേഷം നമുക്കിവിടെ ക്ലീൻ ആക്കാം. ദീപക്ക് മുങ്ങിയിരിക്കുകയാണ്. മുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. സാരില്ല, വരുന്നവരെ നമ്മൾ പണി കഴിയൊന്നുമില്ല. അപ്പോൾ ഹെൽപ്പ് ചെയ്യും. എനിക്കാണെങ്കിൽ അങ്ങനെ ഡേർട്ടിയായിട്ട് കിടക്കുമ്പോൾ മനസ്സിനൊരു മനസ്സമാധാനക്കേടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നീറ്റാക്കിയിട്ടിടുന്നതല്ലേ ബെറ്റർ. അപ്പോൾ അത് നീറ്റാക്കിയിട്ട് വരാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ കഞ്ഞി വെക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. സമയം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹോളിഡേയ്സിൽ എങ്ങനെയായാലും ടൈം പോവില്ല, ടൈം ലേറ്റ് ആവും. അപ്പം കഞ്ഞിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് കഞ്ഞി എത്ര വേണോ എന്നുള്ളത് ഒന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും കഞ്ഞി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ലാഗ് അടിക്കുന്ന ദിവസം നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ നമുക്ക്. അപ്പോൾ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഏതായാലും കഞ്ഞി വയ്ക്കുകയല്ലേ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലപ്പം കഴിച്ചിരുന്ന കഞ്ഞിയുണ്ട്. ചെറുപയറും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഈ ചോറിന് റൈസിൻ്റെ കൂടെ തന്നെ അതും കൂടി ഇട്ടിട്ട് വിസിലടിപ്പിക്കാം, അത്രേ ഉള്ളൂ. എന്നാൽ അത് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് നോക്കാം. അപ്പം ഇത് വെക്കുന്ന കാലത്ത് നമുക്ക് ക്ലീനിങ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് റൈസും ചെറുപയറും കൂടി ഒന്ന് വാഷ് ചെയ്ത് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് ക്ലീൻ ചെയ്യാമല്ലോ. ഒരുപാട് നമുക്ക് ക്ലോത്ത്സ് മടക്കി വയ്ക്കാനുണ്ട്. എല്ലാം ഡ്രയറിൽ ഇന്നലെ ഇട്ട് പോയതാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോകുന്നതിന് മുന്നേ എല്ലാം വാഷ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. പിന്നെ നമുക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഈ ഹാളിൽ ഇട്ടിട്ട് വേണം ഉണക്കാനായിട്ട്. അപ്പോൾ അത് ഇന്നാകുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കൊന്ന് ലാവിഷായിട്ട് മടക്കി വയ്ക്കുകയും ചെയ്യും. ആ പണിയാണ് ചെയ്യുന്നത്. ഈ മടക്കി വെക്കുന്നതും ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് കേട്ടോ. ദീപക്കാണ് എല്ലാം തോരട്ടത്. അപ്പോൾ പിന്നെ ഞാൻ മടക്കി വയ്ക്കാമെന്ന് കരുതി. പിന്നെ ആൾ ഈ ഭാഗത്തേക്ക് കാണുന്നില്ല, കുളിക്കുക എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് എണീറ്റപ്പോൾ നല്ല ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ മോർണിംഗ് അതൊന്നും ചെയ്യാൻ നേരമുണ്ടായില്ല. പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോയതാണ്. നിങ്ങളാലേക്കുണ്ടാവും എൻ്റെ ഭർത്താവ് എവിടെയെന്നുള്ളത്. ആൾ കുളിക്കാനായിട്ട് പോയതാണ്. പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ബാത്റൂമിൽ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ ഫോൺ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ സോങ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വാ നമുക്ക് നോക്കാം എന്താണ് എപ്പോൾ വരും. അങ്ങനെ അത് ആൾ കുളി കഴിഞ്ഞിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സോഫ മാത്രമേ ഇനി നേരെയാക്കാനുള്ളൂ. അപ്പോൾ അതാ നിങ്ങളെ മുന്നിൽ പ്രഹസനം കാണിക്കുകയാണ് ദീപക്ക്. എന്ത് പ്രഹസനമാണ് സജി? ഒരു സവാളവട, ഒരു സുഖിയൻ. ഈ സോഫ മാത്രം ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങൾ ക്ഷീണിച്ച് കിടക്കണുണ്ട്. ശരി, നിങ്ങൾ കണ്ടല്ലേ, ഞാനല്ല ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയത്. ഓക്കെ, കുഴപ്പമില്ല. ബാത്റൂം ഇന്നലെ കഴുകി, പാവം. അവിടുന്ന് നീറ്റതാ വീണ്ടും ഇവിടെ വന്നിരുന്നു. ഇതാണോ ദീപക്ക് പണി? ഒരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം കേട്ടോ. ഓക്കെ, ഇതല്ലേ ഇപ്പൊ ബാംഗ്ലൂർ കഞ്ഞി. പിന്നെ ഇത് തന്നെയാണ്, വെറുതെ പറയണേ. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള കുനാഫ കേട്ടോ, ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ദീപക്കിന് വേണോ? വേണ്ട, അപ്പം ഞാൻ ഫുള്ള് കഴിക്കും. ഇത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഫുള്ളുണ്ട് തീർക്കാനുള്ള ഉദ്ദേശം കുറയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ട്. സത്യം, ഇന്നലെ നമ്മൾ പകുതി കഴിച്ചതല്ലേ, പിന്നെന്താ. അപ്പം ഞാൻ കുനാഫ കഴിച്ചിട്ടോ. ഒരാളിവിടെ കിടന്നുറങ്ങി. ഇന്നലെ ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ ശരിയായിട്ടില്ല. അപ്പം ഞങ്ങളൊന്ന് ഉറങ്ങാൻ ചോദിച്ചു. അപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. എത്ര സമയം ഉറങ്ങാൻ പറ്റുക അറിയില്ല, എന്നാലും നമുക്ക് ഉറങ്ങിയിട്ട് തരാം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഉറങ്ങി നീറ്റു. ഇവർ ഇപ്പോഴും ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത്, എനിക്കറിയില്ല. ഞാനും കുറച്ച് ഉറങ്ങിയിട്ടില്ല, എന്നാലും ഓക്കെ കുറച്ചൊക്കെ ഉറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ട്. പിന്നെ എനിക്ക് നാളേക്കുള്ളത് കുക്ക് ചെയ്യും വേണം. കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കയറി കിട്ടാൻ ഞാൻ പറഞ്ഞ മാറ്റം എല്ലാ വ്ളോഗിലും മടിയാണ്. പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തീർക്കും. പഴംപൊരി ഉണ്ടാക്കാം. ദീപക്ക് കാറ് നാളെ വർക്കിംഗ് ഡേ ആണല്ലോ, കാറൊന്ന് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് താഴെ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതാ നമ്മുടെ പഴംപൊരി എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ആവുന്നു. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. ഇതിന് മാച്ച് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ദീപക്ക് ക്ലീനാക്കി വന്നു കേട്ടോ. അപ്പോൾ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു പഴംപൊരി ഉണ്ടാക്കാനായിട്ട്.
പിന്നെ ഇതാ ദീപം വെച്ചു. ഏകദേശം ഒരു സന്ധ്യ ആയിട്ടുണ്ട്, 6:30-6:45 കേട്ടോ. അങ്ങനെ ഇതാ പിന്നെയുള്ള പരിപാടി അയൺ ചെയ്യലാണ്. ഒരാഴ്ചക്കുള്ള എല്ലാ ഡ്രസ്സും ആൾ അയൺ ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒറ്റയടിക്ക് അത് തീർന്നല്ലോ, വേറെ അതിന് നിൽക്കണ്ടല്ലോ. പിന്നെ ഇതാ ഞാൻ അഗെയിൻ കുക്കിങ്ങിന് നിന്നു കേട്ടോ. പിന്നെ കുക്കിംഗ് ഒന്നും ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്നത്, ഇപ്പം കാണിക്കുന്നില്ല നിങ്ങളെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഫുഡിന് ഇന്ന് ചീരപ്പേരി മോരുകറിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇവരെന്താ എപ്പോഴും ചീരപ്പേരി വെക്കുന്നതെന്ന്. ഞാൻ ഏതോ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ വീക്ക് ഡേയ്സിൽ എന്തായാലും ഒരു ദിവസം ചീരപ്പേരി അല്ലെങ്കിൽ ഇലയുടെ ഏതെങ്കിലും ഐറ്റം വെക്കാറുണ്ട്. അത് നല്ലതുമാണ്. പിന്നെ ഇവിടെ നല്ല ഫ്രഷ് അവൈലബിൾ ആണ്, അപ്പം നമ്മളത് വെക്കാറുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൂടുന്ന അച്ചാർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അമ്മേൻ്റെ നാരങ്ങ അച്ചാറുണ്ട്, അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെയൊക്കെ നല്ല കേമം ഫുഡായിരുന്നു. അപ്പം ഇന്ന് അത്ര വേണമെന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും കാര്യമായിട്ട് എന്തോ സംസാരിച്ചിരിക്കുകയാണല്ലോ. എന്താണ് സംഭവം എന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്തോ ഒരു ടോപ്പിക്കാണ്. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ആക്കി കിട്ടും. നമ്മൾ രണ്ടുപേരും കൂടി അങ്ങ് ചെയ്തപ്പോൾ വേഗം കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്നത്തെയും പോലെ ഗ്യാസ് ഓഫ് ആക്കണം. അപ്പോൾ അത് ഓഫ് ആക്കുന്നത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെയാണ് ഗ്യാസ് ഓഫ് ആക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തോ? നമ്മളെല്ലാ വീക്ക് ഡേയ്സിലും ഇങ്ങനെ ഒരു സീരീസ് ഓർ മൂവി കാണും കേട്ടോ. ഇന്ന് സൺഡേ ആണ്, പക്ഷെ എന്നൊരു സീരീസ് കാണാൻ വേണ്ടി മൂഡ്. നമ്മൾ സീരീസ് കണ്ട് അങ്ങനെ ഫ്ലോയിൽ കണ്ടു പോകുമല്ലോ. സ്ട്രേഞ്ചർ തിങ്സ് ആണ് കാണുന്നത്. ഞാൻ ഓൾറെഡി കണ്ടതാണ്, ദീപക്കും കണ്ടതാണ്. പക്ഷേ ഏതോ സീസൺ മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഫസ്റ്റ് ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചു. എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഇത് അഗൈൻ റിലീസ് ആവാറായല്ലോ. പിന്നെ ഇതാ ഞങ്ങൾ വീക്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇത് സ്പ്രേ ചെയ്തിട്ടാണ് കിടക്കുക. ജസ്റ്റ് ഒരു സെറം പോലത്തെ സംഭവം. ഇത് യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ഉലുവ അതുപോലെ വേപ്പിൻ്റെ ഇലയൊക്കെ തിളപ്പിച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് ആ വെള്ളം ഞങ്ങൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സീരീസ് എല്ലാം കണ്ട് ഇപ്പം നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 10:15 ഉള്ളൂ. അപ്പം ഇന്നലെയൊക്കെ ലേറ്റായി വന്നുകൊണ്ട് എന്താ പറയുക, നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്. അപ്പം ഇന്ന് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ശരിയാക്കണ്ട, ഇങ്ങനെ തന്നെ പറയാം. പൊന്നപ്പനല്ലടാ തങ്കപ്പൻ, ഇങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെ അറിയും അല്ലേ? ഓക്കെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് നൈറ്റ്. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ബൈ ബൈ. ഒന്നുകൂടി ഗുഡ് ബൈ.